ഹലോ ഗൈസ്, നമ്മളൊരു ചെറിയൊരു പ്ലാന്റൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്ലാന്റുകളാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒന്നും കാണിച്ചു തരാം എന്ന് കരുതിയതാണ്. കുഴപ്പമില്ല എങ്കിലും പുറം കാണാൻ ഇതൊക്കെ നമ്മൾ ചീന്തിയതാണ് കേട്ടോ. നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊളിക്കാൻ നിന്നപ്പോഴാണ് നിങ്ങൾക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയത്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് മാന്തി പൊളിക്കാൻ നോക്കിയതാണ് കേട്ടോ നമ്മളെ കൂടെയുള്ള ആൾക്കാർ. അപ്പോൾ ജസ്റ്റ് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ പാക്കിങ് നമ്മളെ അഡ്രസ്സ് നമ്മൾ ചീന്തിയതാണ്. അപ്പോൾ നല്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ഒരു തൈയിൽ തന്നെ നമുക്കൊരു 4 പ്ലാന്റുള്ള ഒരിടത്ത് 5, 6 ഉള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം 4 ഉള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതൊക്കെ കളറാണെന്നൊരു നമുക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടില്ല കേട്ടോ. 4 കളർ ഗ്രാഫ്റ്റ് ചെയ്താണ്, കുഞ്ഞി തൈയാണെന്നൊക്കെ നമുക്ക് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റിൻ്റെ കോലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു നിന്ന്. നമ്മൾ വാങ്ങിയത് ഒരു ഗ്രീൻ വാല്യൂ പ്ലാന്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്നാണ്. നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കാണിക്കും. നമ്മൾ ഏകദേശം നമ്മൾ പ്ലാന്റൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ 5-5:30 മണിയായിട്ടുണ്ട് ടൈം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പ്ലാന്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്താക്കണു, നല്ല പാക്കിംഗ് ഒക്കെ തിരക്കിടില്ല. നമുക്കിത് വേറെ ബോട്ടിക്കൊക്കെ മാറ്റണം. ഉടനടി ഇതാണ് പ്ലാസ്റ്ററൊക്കെ കാര്യങ്ങളൊക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിലാണ്. എങ്കിലും നമ്മളിതിൻ്റെ ഗ്രാഫ്റ്റിംഗ് നോക്കിയപ്പോൾ ഏകദേശം 5 ഉണ്ട്. അതിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫെയിലാവുണ്ടോ എന്നൊരു സംശയം, ചെറിയൊരു ഒടിവ് വന്നിട്ടുണ്ട്. ഇവിടെ നിൽക്കുമോ എന്താണെന്നറിയില്ല. നമ്മളെന്തായാലും ഇപ്പം തന്നെ പ്ലാന്റ് പോട്ട് ചെയ്യാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ വന്നപ്പോഴേക്കും 5 ഒന്ന് ചെറുതായിട്ടൊരു ഒടിവ് വന്നിട്ടുണ്ട്. എങ്കിലും സാരമില്ല, നമ്മളെ 4 നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിന് വരുന്നത് 4 ഗ്രാഫ്റ്റും 3 ഗ്രാഫ്റ്റാണ് ഇനി അവരെ കയ്യിലുള്ളത് നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് 5 ഗ്രാഫ്റ്റ് ഉണ്ട്. അതിലൊന്നിൽ ചെറുതായിട്ടൊരു ഒടിവ്. അതിലൊന്ന് ഡോക്ടർ റാവു വെറൈറ്റി ആണോ തോന്നുന്നുണ്ട്. ഏതാ വെറൈറ്റികളും നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുമില്ല കേട്ടോ. എങ്കിലും തിരക്കിടില്ല, നല്ല എനിക്ക് വലിയ ഇഷ്ടമായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ചെറിയ കുഞ്ഞ്, ഏകദേശം വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത തളിർപ്പ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്നറിയില്ല. എങ്കിലും ഗ്രാഫ്റ്റഡൊക്കെ ഓക്കെയാണ്. നമ്മളിത് പൊളിച്ച് നോക്കിയപ്പോഴാണ് ഇതിൽ കളിമണ്ണാണ്. ചെറുതായിട്ടൊരു സങ്കടമുണ്ട്. എങ്കിലും ഇത് പോട്ട് ചെയ്യുമ്പോൾ ഇനി നല്ല ഇതൊക്കെ മാറ്റിയിട്ട് വേണമല്ലോ. കളിമണ്ണൊന്ന് പാടത്തെ മണ്ണാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം ഒരു 5-6 കുറച്ച് ചട്ടി നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നിലേക്ക് മാറ്റി വെക്കാമെന്നും കരുതിയതാണ്. കളിമണ്ണാണ്. കളിമണ്ണെന്ന് ഉദ്ദേശിച്ച് നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാകണം അങ്ങനത്തെ മണ്ണാണ്. അതുകൊണ്ട് നമുക്കിത് വെള്ളത്തിലിട്ട് പൊതിർത്തി എടുത്തിട്ട് വേണം. നമ്മൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും മാറ്റം വന്നില്ല കേട്ടോ. നമ്മൾ വാങ്ങിയതിലൊന്നും ഇങ്ങനത്തെ മണ്ണ് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് സാധാ ചെങ്കല്ലിൻ്റെ മണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ. എങ്കിലും നമ്മളതൊക്കെ മാറ്റി സെറ്റാക്കി നമ്മൾ ഏറ്റവും അപ്പോഴത്തേന് ഏകദേശമൊക്കെ ഇരുട്ടായിട്ടുണ്ട്. എങ്കിലും നമ്മളെല്ലാം നമ്മുടെ പണികളൊക്കെ തീർത്ത് സെറ്റാക്കി വെച്ചതാണ്. ഇത് ഏകദേശം ഇപ്പോൾ അടുത്ത് നട്ടതാണ്. ഇതിനങ്ങനെ വലിയ റൂട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ കുഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂട്ടുകളാണ്. പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. പക്ഷെ റൂട്ടുകളൊന്നും അങ്ങനെ ഇല്ല. കളിമണ്ണിലിപ്പോൾ വല്ലാതായിട്ടില്ല പിടിപ്പിച്ചിട്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ അടർണ മഹാറാണിയാണ്. അടർണയും മഹാറാണിയും നമ്മളൊപ്പം വാങ്ങിയില്ലേനാ, അതിൽ അടർണയാണ്. ഒരു കൊമ്പ് യെല്ലോ കളറാണ്. ഇതിൽ ഏകദേശമൊക്കെ കളർ മാറിയിട്ടുണ്ട്. മഹാറാണിയാണ്. നല്ല ഫ്ലവർ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ. പക്ഷേ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ തന്നെ ഏകദേശമൊക്കെ സമയമൊക്കെ ലെവലായി വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ നമ്മുടെ ബൊഗൈൻവില്ലകളൊക്കെ വളഞ്ഞും കുത്തി നിൽക്കുന്നതൊക്കെ നമ്മൾ സ്റ്റഡി ആക്കിയിട്ട് നമ്മൾ കമ്പ് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഒരു താങ്ങായിട്ട് വെച്ചിട്ട് അതിലേക്കങ്ങ് പൊന്തിച്ച് വിട്ടിട്ടുണ്ട്. ഒരു ഭംഗിയായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ വിട്ടപ്പോൾ നമുക്ക് തോന്നി. നമ്മളാദ്യം വൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. ഈ ടൈം ആയപ്പോൾ വൈറ്റ് നല്ല ക്ലിയറിൽ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ചെടികളും വാങ്ങിയതൊക്കെ നമ്മൾ ഏകദേശമൊക്കെ ഇപ്പോൾ ലെവലായിട്ട് വന്നിട്ടുണ്ട്. വൈറ്റ് എല്ലാത്തിൻ്റെ അടിയിലും ഒരു വെക്കുമ്പോൾ ഒരു അലങ്കാരമാണെന്നുള്ള ഒരു പ്രത്യേക രസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലി വൈറ്റ് തന്നെ ഉള്ളൂ.
അതാണ് നമ്മളെ മറ്റ് ചട്ടിയിലുള്ള വൈറ്റൊക്കെ മാറ്റിയിട്ട് നമ്മൾ വേറാക്കി നട്ട് തണലത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. നമ്മളിത് മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ പോയി നോക്കിയെന്നുള്ളൂ. അന്നേരമാകുമ്പോൾ രാത്രിക്കത്തൊരു വൈബായിട്ട്, രാത്രി ആവാനായിട്ടില്ല എങ്കിലും ഏകദേശം 6:30 ടൈമായിട്ടുണ്ട്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ റൂബി റെഡാണ് ഗിഫ്റ്റ് കിട്ടിയത്. അതിൻ്റെ ഒരു കമ്പ് നമ്മളെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. നമ്മളെ അടർന്ന നോർമലി വൈറ്റാണ് എങ്കിലും നിനക്ക് നല്ല ഭംഗിയുണ്ട്. ഇതിന് ചെറുതായിട്ടൊന്ന് വെരിക്കേഷൻ കയറി വരുന്നുണ്ട്. മൊട്ടാണ് വിരിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാകുന്നറിയില്ല. ഒരു യെല്ലോയും പിങ്കും ഒക്കെ പാടൊന്ന് മിക്സായി വരുന്നുണ്ട് കേട്ടോ. മഹാറാണിയിലും ഏകദേശമൊക്കെ ആദ്യമൊക്കെ ഫുള്ള് ഓറഞ്ച് കളറായിരുന്നു വന്നിൻ്റെ ഫ്ലവറൊക്കെ. ഇപ്പോൾ നന്നായിട്ട് ഏകദേശമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ബൊഗൈൻവില്ല പിടിപ്പിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഫസ്റ്റ് നമ്മൾ സാധാ നോർമലി കട്ടിങ്സ് വെക്കുക. അത് പിടിപ്പിക്കാൻ വേണ്ടെങ്കിൽ ഹൈബ്രിഡ് നിങ്ങൾ വാങ്ങിക്കോളൂ ധൈര്യമായിട്ട്.